എടവനക്കാട് ശക്തമായ കടൽക്ഷോഭം നേരിടുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ഇവർ ഈ ദുരനുഭവം നേരിടുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, എറണാകുളം MP ഹൈബീഡൻ എന്നിവർ ഇവരുടെ ഈ ഒരു കടൽക്ഷോഭം നേരിടുന്ന പ്രദേശം സന്ദർശിക്കുവാനായിട്ട് നമ്മൾ സുനാമി വരുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി 2004 ശേഷം പണിതതാണ് ആ കെട്ടിടം. ആ കെട്ടിടത്തിലാണ് ആൾക്കാർ. ഇപ്പൊ കറണ്ട് ഇല്ല, അവിടെ ഒന്നുമില്ല. അതായത് ഇപ്പൊ കടൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല. താഴത്ത് മൊത്തം വെള്ളമല്ലേ, ഇറങ്ങാൻ പറ്റൂല. സുനാമിയുടെ സമയത്ത് അതിനുശേഷം വന്ന ബിൽഡിംഗ്. അതെ അതെ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് അന്നത്തെ ആ കെട്ടിടത്തിലാണ് ആൾക്കാർ. കുറെ കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അവിടെ തന്നെ ഇരിക്കും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് അഭയാർത്ഥികളെ പോലെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നീക്കമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞങ്ങൾ ഈ ജനങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന് ഞങ്ങളുടെ പൂർവികരും മത്സ്യത്തൊഴിലാളിയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയത്. ഉണ്ടെങ്കിൽ ഇവര് നമുക്ക് MP-മാരെ കൊണ്ട് അവിടെ പുഷ് ചെയ്യിക്കാം. MP-മാർക്ക് പ്രോജക്ട് കൊടുക്കാൻ പറ്റില്ല. പ്രോജക്ട് ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കാൻ പറ്റും. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന പ്രോജക്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ MP-മാരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് സെൻട്രലിൽ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നമുക്ക് ചെയ്യാം. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടി ആലോചിച്ചിട്ട് സൈറ്റിലേക്ക് നടക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കേരള നിയമസഭയിലും ശക്തമായ കേന്ദ്രത്തിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ കൂടുതൽ ജനം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അവർ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ മോശമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒന്നും ഞങ്ങൾ ചുമതല ഏറ്റെടുത്തതിനു ശേഷം അനൗൺസ് ചെയ്ത അന്ന് വൈകുന്നേരം സാറ് അപ്പൊ ആലംബരം അവരോട് വീടുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ രണ്ട് അഭിമുഖമായിട്ട് ഇവിടെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഈ ജിയോ ബാഗ് 2 മാസം കഴിയുമ്പോൾ തകർന്നു കടൽ കയറി. അത്ര രൂക്ഷമായ കടൽ കയറ്റും. ജിയോ ബാഗ് വെക്കുന്നത് തന്നെ അവർക്ക് നേരത്തെ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ റെഡിയാക്കിയ ഒരു ചെറിയൊരു ആശ്വാസം. പക്ഷെ എന്നാലും അത് നമുക്കൊരു ദുരന്ത നിവാരണ വകുപ്പൊക്കെ ചെയ്യുന്നത് ജിയോ ബാഗുകൾ കൊണ്ടുവന്ന് വെക്കുകയാണ്. കരിങ്കല്ല് തെറിച്ചു പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടുകൂടി അത് അരിഞ്ഞ് ആ ചാക്ക് പല വീടുകളിൽ കയറിയിരിക്കുകയാണ്. അവരുടെ മത്സ്യം വളർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിയിരിക്കുകയാണ്. അത്ര അപകടകരമായ രീതിയിലാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പ്രായമായവർക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, സുഖമില്ലാത്തവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഗോശ്രീ ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ടാക്കിയത് ഈ ദ്വീപസമൂഹങ്ങളുടെ ഇതുപോലുള്ള ഗൗരവകരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയുന്നത് തള്ളിവിടുകയാണ്. അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ദുരിതപൂർണമായ ജീവിതമാണ് ഈ തീരപ്രദേശത്തെ സാധാരണക്കാർ നയിക്കുന്നത്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല, ചോരയാണ് വരുന്നത്. സങ്കടത്തിൽ അവർ ഈ പ്രയാസങ്ങളും ഇവിടെ ഒന്ന് ഒരു വർഷത്തിൽ എത്രയോ ദിവസമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അവർക്ക് പോകാൻ പറ്റുന്നില്ല, കടലിൽ പോകാൻ പറ്റുന്നില്ല. 2, മത്സ്യലഭ്യത വളരെ കുറവാണ്. 3, 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന കാലത്താണ് 25 രൂപയുടെ സബ്സിഡി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത്. ആ 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന കാലത്ത് 25 രൂപ സബ്സിഡി, 20 രൂപ മുതൽ 140 രൂപ വരെയാണ് മണ്ണെണ്ണയ്ക്ക്. അപ്പോഴും സബ്സിഡി 25 രൂപ. തമിഴ്നാട് മുഴുവൻ സബ്സിഡി കൊടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. ഇവിടെ ജീവിതം ദുരിതമാണ്. അതിന്റെ മീതെയാണ് ഈ തീരശോഷണവും ഈ കടലാക്രമണവും. അവരുടെ വീടിനകത്താണ് വെള്ളം. വീടെല്ലാം കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു. ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തലത്തിലേക്ക് വീടുകളാവുകയാണ്. എനിക്ക് സംശയം, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇടപെടാത്തത്? ഇവിടെ നിന്നും ഇവരെ മുഴുവൻ എവിക്ട് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യിൽ കെട്ടിയിരിക്കുന്നത്. ഗൗരവത്തോടുകൂടി ഈ ആഴ്ച തന്നെ ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിക്കും. ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നത് വരെ എന്റെ തൊട്ട് അയൽ നിയോജകമണ്ഡലം കൂടിയാണ്, സഹോദരങ്ങളാണ്. അവരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോലും പ്രോജക്റ്റുകൾ കൊടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ MP-മാർ ഹൈബി ഈഡന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾ സംസ്ഥാനത്ത് തീരപ്രദേശത്തുണ്ടെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ MP-മാരുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്താമെന്ന് കരുതി. അപ്പോ MP-ക്ക് കിട്ടിയ ഉത്തരവ്, ഹൈബി ഈഡൻ MP-ക്ക് കിട്ടിയ ഉത്തരവും സംസ്ഥാന ഗവൺമെന്റിന്റെ തീരപ്രദേശത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോജക്റ്റും സെൻട്രൽ ഗവൺമെന്റിന്റെ മുൻപാകെ സമർപ്പിച്ചിട്ടില്ല. അതും വലിയ ഞെട്ടലുള്ളതാക്കുന്ന കാര്യമാണ്.
കാരണം MP മാർക്ക് പ്രോജക്ട് കൊടുക്കാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെന്റിന്. കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്ട് കൊടുക്കുന്നത് ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അത് കൊടുത്താൽ അത് നേടിയെടുക്കുന്നതിനുള്ള സമ്മർദ്ദം ഞങ്ങളുടെ എല്ലാ MP മാരെയും അണിനിരത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ ഞങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വാക്കുകൂടി ഈ അവസരത്തിൽ പറയാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തും. എന്നിട്ടും നടപടിയായില്ലെങ്കിൽ അതൊരു വലിയ പ്രക്ഷോഭണമായി തീരപ്രദേശം പ്രക്ഷോഭണത്തേക്ക് അവരെ വിടാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ പ്രക്ഷോഭണം പോലെ ആയിരിക്കില്ല തീരപ്രദേശത്തെ ജനങ്ങൾ പ്രക്ഷോഭണം നടത്തിയ. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുക ചെയ്യുന്നില്ല. അതല്ലേ പ്രശ്നം. ലോക്കലായിട്ടുള്ള സംഘടനകൾ ആളുകൾ അവര് പരിപാടി നടത്തിയില്ലെങ്കിൽ അവര് ആദ്യം കാണുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഞാൻ വന്നപ്പോ എന്നോട് സങ്കടം പറയും. അവർക്കറിയാം ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ട ആളല്ല ഞാനെന്നറിയാം. സങ്കടം പറയും. തീരപ്രദേശത്ത് വരുമ്പോ അതിന്റെ ചിലപ്പോ ഭാഷയിലൊക്കെ ഒന്നൊരു വ്യത്യാസം ഉണ്ടാവും, രൂക്ഷമായിട്ട് സംസാരിക്കും. അത് അവരുടെ സങ്കടമാണ്. അവര് ഈ സർക്കാരിനോട് ലോക്സഭയിൽ നൽകിയ മറുപടി അതിനനുസൃതമായി ഒരു പദ്ധതി ഈ കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MP മാരുടെ കോൺഫറൻസ് ഓരോ സഭ നടക്കുമ്പോൾ അതിന് മുന്നോടിയായി MP മാരുടെ കോൺഫറൻസ് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കും. അത് കോവിഡിന് ശേഷം ഇതുവരെ ഓൺലൈനായിട്ട് നടന്നിട്ടുള്ളൂ. കോവിഡിന് ശേഷം ഒരു ഫിസിക്കൽ മീറ്റിംഗ് പോലും നടന്നിട്ടില്ല. അപ്പോൾ ആ മീറ്റിങ്ങുകളിൽ ഞങ്ങൾക്ക് ഒരു നോട്ട് തരും, ഫോളോ അപ്പ് ചെയ്യേണ്ട GST മാറ്റേഴ്സ് തരും, റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തരും. അങ്ങനെ ഒരു വിഷയത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊജക്ട് ഏതെങ്കിലും ജില്ലയുടെ ഏതെങ്കിലും തീരദേശത്തെ മേഖലയിലെ നൽകിയിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം പോയത് ചെല്ലാനത്തേക്കാണ്. ചെല്ലാനത്ത് തോട്ടൈ ചുഴലിക്കാറ്റുണ്ടതിന് ശേഷം എത്രയോ വീടുകൾ 400-ലും 500-ലും ഇടയ്ക്ക് വീടുകൾ പരിപൂർണമായി തകർന്നു. ആ വീടുകളിലെല്ലാം 1 രൂപയുടെ സാമ്പത്തിക സഹായം പോലും സർക്കാർ നൽകില്ല. അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ പ്രഖ്യാപിച്ച പദ്ധതി അതിന്റെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനാണ് ഊരാടിങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ടെട്രാപോഡിന്റെ നൽകിയത്. അത് കണ്ടക്കടവ് കണ്ണമാലി പ്രദേശത്ത് നിശ്ചലമായതോടുകൂടി അത് അതിന്റെ 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ടെട്രാപോഡ് ആദ്യത്തെ മേഖലയിൽ നിർമ്മിച്ചു ഒരുവിധം പരിഹാരം ചെല്ലാനം ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കണ്ണമാലിയിലും അത് കിട്ടണമെങ്കിൽ അവിടെയും ഈ നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കണം. നായരമ്പലം എടവനക്കാട് പഞ്ചായത്തുകളിൽ നിലവിലുള്ള കടൽ ഭിത്തിയുടെ മെയിന്റനൻസ് പോലും തീരദേശ സദസ്സിൽ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ വാക്കുകളും പാഴ്വാക്കുകളായി മാത്രമല്ല, നിലവിലുള്ള വലിയ കല്ലുകൾ പോലും പെറുക്കി വെക്കാൻ പോലുമുള്ള പണം നൽകിയോ അതിനുള്ള പദ്ധതി തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല. അത് തന്നെ ഉണ്ടായാൽ വലിയ ആശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ജീവനോപാധിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞാൻ ആവശ്യം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഉത്തരം പറയാൻ പറ്റാതാകുമ്പോ ഇങ്ങനെ കുത്തി കാണിക്കാൻ കേട്ടില്ല. അതാണ് പറയുന്നത്. കേരളത്തിലെ 90% റോഡുകൾ റെഡിയാണെന്നാണ് പറയുന്നത്. നമ്മളാരും മനുഷ്യരല്ല റോഡിൽ കൂടി നടക്കുന്നതെന്ന് തോന്നിപ്പോ. നമ്മൾ കൊണ്ടുവന്നതാണ്. യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിൽ ഇപ്പൊ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. യാത്ര ചെയ്യാൻ പറ്റും. ഏതെങ്കിലും വർക്ക് ഏതെങ്കിലും കരാറുകാരൻ എത്തുന്നുണ്ട്. 1,00,000 രൂപ കരാറുകാർക്ക് കൊടുക്കാൻ റോഡ് മുഴുവൻ കുത്തി പൊളിച്ചിട്ടിരിക്കും. ഈ നാഷണൽ ഹൈവേ തന്നെ പണിയുന്നുണ്ട്. തോന്നിയ പോലെയല്ല. നിങ്ങൾക്ക് ഈ അരൂരിൽ നിന്ന് ഒന്ന് ചാർത്തല വരെ എത്താൻ എത്ര സമയം വേണം? തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് കാറിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ വരണമെങ്കിൽ എത്ര മണിക്കൂറാണ് നിങ്ങൾ എടുക്കുന്നത്? അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് യാതൊരു ഉത്തരവാദിത്തമില്ല. അപ്പൊ പാരലായിട്ടുള്ള ഹൈക്കോടതി വരെ ഇടപെട്ട് പറഞ്ഞു പാരലായിട്ടുള്ള റോഡും സംവിധാനങ്ങളും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് പാരലായിട്ട് ഈ റോഡ് വഴി തീരുന്നവരെ മനുഷ്യരായ റോഡിൽ കൂടി നടക്കണ്ടേ? എത്രയോ മണിക്കൂറുകൾ കുഞ്ഞുങ്ങൾ, പ്രായമായ ആളുകൾ, സുഖമില്ലാത്ത ആളുകൾ സംസാരം. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് എറണാകുളത്ത് എത്താൻ വേണ്ടിയിട്ട് കുന്നംകുളത്ത് നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് വരുന്നത് മാറ്റിയിട്ട് 16 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടാണ് വന്നത്. കാരണം റോഡ് മോശമായിരുന്നു. മുഖ്യമന്ത്രിക്കാണ് കേരളത്തിൽ. ഇതാണ് സ്ഥിതി. അത് എല്ലാ മാധ്യമങ്ങളും ഗൗരവത്തോടുകൂടി ഓരോ തരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് പൊതുമരാമത്ത് മന്ത്രി മാത്രമാണ് അത് കഴിഞ്ഞു. From the sea, so many houses were lost and the people are in trouble. There are no roads. Entire roads have been washed out. So many persons lost their essential places.